നിങ്ങൾ കേൾക്കണം ഗൈസേ, നിങ്ങൾ കേൾക്കണം. എന്താണെന്നറിയോ, ഇന്നലെ വാലൻറ്റൈൻസ് ഡേ പ്ലസ് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ. സോ എനിക്ക് ഓർമ്മയില്ല ഗൈസ് അവളുടെ ബർത്ത്ഡേ. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ ഞാനാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 12 മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇവൾ ഉറങ്ങുക ചെയ്തില്ല. കാരണം ഞങ്ങൾ കുറേ പറഞ്ഞു ഉറങ്ങുക. പിന്നെ അവൾ പറഞ്ഞ് അവൾക്ക് മനസ്സിലായി എന്തോ പ്ലാൻ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ചെറിയ പ്ലാനൊക്കെ പൊട്ടിപ്പാളി. പക്ഷേ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ശരിക്കും ഞാൻ മറന്നു കേട്ടോ. കാരണം എനിക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. മെഞ്ഞാന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് 6:30 ആകുമ്പം ഞാൻ വീട്ടിലെത്തി. ആ ക്ഷീണത്തിൽ അച്ഛയ്ക്ക് തന്നെ ഞാനാണ്. അതേപോലെ തന്നെ ഞാൻ കട്ടുമ്മ കയറി കിടന്ന് 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഉറങ്ങി നീക്കുന്നത്. ഓക്കെ, 11 മണിക്ക് നീച്ച് വെറുതെ ഒന്ന് നെറ്റ് ഓൺ ആക്കിയ സമയത്ത് കസിൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എനിക്ക് വന്നു. അപ്പം ഞാൻ ഫസ്റ്റ് കസിൻ്റെ നോക്കിയപ്പം ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ലോ, ഇങ്ങനെയൊക്കെ വരിക. അപ്പോഴേക്ക് അയ്യോ നമ്മളെ ബർത്ത്ഡേ അല്ലേ, ഇന്നിപ്പോൾ ഫെബ്രുവരി 14 ഈശ്വരൻ, ഞാൻ മറന്നുപോയില്ലേ, ഞാൻ എന്താ കാട്ടുക, അങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് അപ്പം തോന്നിയ മൈൻഡിൽ ഞാൻ പെട്ടെന്ന് സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ഒരു ഡ്രീം കേക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഞാൻ എൻ്റെ ചെരുപ്പ് വാങ്ങാൻ വെച്ച പൈസ എടുത്തിട്ടാണ് ഗൈസ് ഞാൻ അവൾക്ക് ഡ്രീം കേക്ക് വാങ്ങി കൊടുത്തത്. അതും പോരാഞ്ഞിട്ട് ഞാനൊരു കഷ്ണം ചോദിച്ചപ്പോൾ അവൾ തരൂലാന്ന്. അവിടുത്തെ ന്യായ നിങ്ങൾ പറയും, അവിടുത്തെ ന്യായ അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ അവൾ അങ്ങനെ ചെയ്തത്? എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഡ്രീം കേക്ക് കഴിക്കുന്നത്. അത് ചെറുതാണെങ്കിലും എനിക്കിഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തത്. എൻ്റെ ബർത്ത്ഡേക്ക് ആരും ഒന്നും തന്നില്ല കേട്ടോ. പക്ഷേ അമ്മൻ്റെ അനിയത്തിമാരൊക്കെ തന്നുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ വക എനിക്കൊന്നും കിട്ടിയിട്ടില്ല. നേരെ മറിച്ച് ഞാൻ ഓക്ക് അങ്ങോട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മൻ്റെ അനിയത്തിമാരെ വക അവൾക്ക് മന്തിയൊക്കെ കിട്ടി. എന്താല്ലേ, ഇവിടെ ഞാനും ഇങ്ങനെ ഒരാളുണ്ട്.